ഓ ദേ വരണ. ഏട്ടനായിരുന്നു അന്തി ഉറങ്ങിയില്ലേ? എടാ അമ്മാവ് വിളിച്ചായിരുന്നു, കാർത്തിക്ക് ആക്സിഡന്റ് ആയിരുന്നു. ആണോ? ഏട്ടൻ ഞാൻ പോരെ നിക്ക്. കുഞ്ഞി എന്നാട്ടാ? നീ പാറുന്റെ അടുത്ത് പോയി കിടന്നു, അവള് നല്ല ഉറക്കം, അതുകൊണ്ട് ഞാൻ വിളിക്കാണ്ടിരുന്നത്. ഞങ്ങള് അമ്മാവിന്റെ മോനൊന്ന് ആക്സിഡന്റ് ആയി, അപ്പൊ അവിടെ വരെ ഒന്ന് പോവാ. നീ അവിടെ പോയി കിടന്നോളണേ. ഏട്ടാ ഒന്ന് പെട്ടെന്ന് വന്നേടാ ഒന്ന്. അതെ വന്ന് ഞാൻ പോവാട്ടോ. പിന്നെ ഏട്ടത്തിയുടെ അടുത്ത് പോയി കിടന്നോളണം. ഏട്ടാ ഞാൻ പോയി കിടന്നോളാം. ഞാൻ പോയച്ചും വരാം. ഇതാരാണ് ഈ 3 മണിക്കൊക്കെ വന്നേക്കണേ? ദൈവമേ, ഇനി വല്ല കുറുവാസം കാണോ? ഏയ് എന്തേലും ആവട്ടെ, തുറക്കാം. ഏട്ടനായിരുന്നോ? എന്നാ ഏട്ടാ? എടാ ഇതാനു, കാർത്തിയുടെ പെങ്ങളാ. അവള് കാർത്തി ഹോസ്പിറ്റലിൽ നിന്ന് വന്നവരെ ഇനി ഇവിടെ നിന്നോട്ടെ. അവളെ അച്ഛൻ്റെ അമ്മയുടെ മുറി കിടത്തിയാൽ മതി. ഞാൻ പോവാ. അനു പോയി കിടന്നുറങ്ങി. അല്ല ഏട്ടാ, കാർത്തിക്കേട്ടൻ എങ്ങനെയുണ്ട്? ICUലാണൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ അവളുടെ കാര്യം ഇച്ചിരി അധികം ശ്രദ്ധിച്ചേക്കണേ. അവള് ഭയങ്കര കരച്ചിലും ബഹളമായിരുന്നു. ഒരു വിധത്തിലാണ് ഇവിടം വരെ കൊടുന്നത്. ഏട്ടാ അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഏട്ടൻ പോവാണോ? പോവാ. ഏട്ടത്തെ എന്തിയെ? നല്ല ഉറക്കാം. അവളെന്തേലും കഴിച്ചായിരുന്നോ? കരച്ചില് കഴിഞ്ഞിട്ട് വേണ്ട എന്തെങ്കിലും കഴിക്കാൻ. നീ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തേക്ക് അവക്ക്. ഇപ്പൊ ആദ്യരാത്രി ഞാൻ എന്തുണ്ടാക്കി കൊടുക്കാനാണ്? ഞാൻ ചോറിനകത്ത് വെള്ളം ഒഴിച്ച്. എന്റെ പെണ്ണെ, ഇച്ചിരി ചോറെടുത്ത് തിളപ്പിച്ച് വാർത്തങ്ങ് കൊടു. അപ്പൊ ഞാൻ നാളെ എന്തോന്നെടുത്ത് വെച്ചു കൊടുക്കും? ഇവിടെ അരി സാധനങ്ങളൊന്നും ഇരിപ്പില്ല, അതെടുത്ത് ഉണ്ടാക്കി കൊടുക്കണം. അതെ, നീ ഏട്ടത്തിക്ക് പഴയ ചോറാണ് എടുത്തു കൊടുക്കുന്നത്. പഴഞ്ചോറെന്ന് പറയാൻ അതിനത് ചീത്തയായെങ്കിലോ അല്ലേ. ഞാൻ ഇന്ന് 8:30 ചോറിൽ വെള്ളം ഒഴിച്ചിട്ടിട്ടാണ് നിങ്ങളുടെ അടുത്തോട്ട് വന്നത്. നീ ഇപ്പൊ തൽക്കാലത്തേക്ക് ആ ചോറെടുത്ത് ചൂടാക്കി കൊടു. നാളെ ക്ലാസ്സിൽ പോണില്ലേ? പോണം. ഏട്ടൻ നാളെ ഓഫീസിൽ പോകുന്നില്ലേ? ഇല്ല, നാളെ ഞാൻ ഇവിടേക്ക് വരില്ല കേട്ടോ. അതന്നെ ഏട്ടാ. പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ വേണ്ടേ? സച്ചുവേട്ടൻ ചിലപ്പോൾ വരുമായിരിക്കും, പക്ഷെ എനിക്ക് വരാൻ പറ്റില്ല. നീ എന്നാ ചെല്ല്, കിടന്നു. അവക്ക് ഇച്ചിരി ചോറ് കൂടി എടുത്ത് കൊടുത്തേക്കട്ടോ. നാളെ വരാൻ പറ്റുവാണെങ്കിൽ വരണം കേട്ടാ. ആടി വരാം. എന്തിയടി? ഒന്നുമില്ല. പകുതിക്ക് വെച്ച് നിർത്തിയതിന്റെ സങ്കടാണോ? പോന്ന്. സാരില്ല, ഞാൻ വരുമ്പോ നമുക്ക് ബാക്കി അത് കംപ്ലീറ്റ് ചെയ്യാവേ. പോ ഞാൻ കഥ അടയ്ക്കാൻ പോവാ. ശരി, നീ കഥ അടച്ചോ, ഞാൻ വരുമ്പോ തരാട്ടാ. നോക്കി പോണോട്ടോ എന്നെ. ഓക്കേ. എടാ വാ, എന്തേലും കഴിക്കാം. എനിക്കിപ്പോ ഒന്നും വേണ്ട. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ? ഇപ്പൊ ഇത് ഫുഡ് എടുത്ത് കഴിക്കുക. എനിക്കൊന്നും വേണ്ട, എനിക്കൊന്ന് കിടന്നാ മതി. എന്നാ കിടന്നോ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി കേട്ടോ. ഞാൻ വിളിച്ചോളാം. ഇന്നെന്നെ നേരത്തെ എണീറ്റോ? ഞാനൊന്ന് കോളേജിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഏട്ടൻ ഹോസ്പിറ്റലിൽ പോയ കാര്യമാണോ? അത് ഏട്ടൻ വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നു. കുറച്ചു നേരം മുന്നേ ഏട്ടൻ വിളിച്ചു, അപ്പോഴാണ് ഞാൻ എണീറ്റത്. അതന്നെ പറയാൻ വന്നേ. ഞാനിനി പോയി ഫ്രഷ് ആവട്ടെ. ഞാൻ അവൾക്ക് ഫുഡൊക്കെ ഉണ്ടാക്കണ്ടേ, അല്ലെങ്കിൽ ഇനി ടൈം പോവും. കൊച്ചു പോയി റെഡി ആയിട്ടോ. ഞാനപ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ അരിഞ്ഞൊക്കെ വയ്ക്കാം. ചെല്ല്. നീ എണീറ്റേന്നോ? ഞങ്ങൾ രണ്ടാളും കോളേജിലേക്ക് പോവാ. ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എടുത്ത് കഴിച്ചോളണേ. ഞാൻ കഴിച്ചോളാം. പിന്നെ സച്ചുവേട്ടൻ വരാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ഫ്രണ്ട് ഡോർ അടച്ചിടണ്ട. ചുമ്മാ ചാരി ഇട്ടേച്ചാൽ മതി. എങ്ങനെ കിടക്കാൻ പോവാണെങ്കിൽ അത് ലോക്കാണെങ്കിൽ തുറന്നിട്ടേക്കണേ. ഞാൻ ചെയ്തോളാം. ഇതെന്താണ് ഇവിടെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ചിലപ്പോൾ സങ്കടം കൊണ്ടായിരിക്കും. അവിടെ ചേട്ടനല്ലേ ആക്സിഡന്റ് ആയിട്ട് കിടക്കണം, അപ്പൊ പിന്നെ ഇങ്ങനെ ഒച്ച എഴുതണ പോലെ നടന്ന കോളേജിൽ എത്തൂല കേട്ടോ. ശരി, സച്ചേട്ടനും കിച്ചേട്ടനും ആരെങ്കിലും ഉണ്ടായിരുന്നു കൊടന്ന് വയ്ക്കേന്. ഇപ്പം ഇല്ലല്ലോ. ഇങ്ങോട്ട് നടക്ക്. ഇതെന്നാ ഡോറൊക്കെ തുറന്നിട്ടിട്ട് പോയേക്കുന്നേ? പോയി നോക്കാം. ഏട്ടനായിരുന്നോ കഥകൊക്കെ തുറന്നിട്ടിടാ വന്നു? ഞാനിപ്പോ വന്ന് കേറിയതേ ഉള്ളൂ. ഏട്ടാ, കിച്ചേട്ടൻ വന്നോ? ഇല്ലടി, അവൻ പോകുന്നില്ല. എന്നെ ഇപ്പൊ അങ്ങനെ ചോദിച്ചേ? ഞാൻ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്തെ ഏട്ടനെ വിളിച്ചായിരുന്നു, പക്ഷെ കോൾ അറ്റൻഡ് ചെയ്തില്ല.
ഞാനതാ ചോദിച്ചേ. അത് തന്നെ അവൻ്റെ ഫോൺ എൻ്റെ കയ്യിലിരിക്കുന്ന ഫോൺ സൈലൻ്റ് ആണെന്ന് തോന്നുന്നു. ഞാൻ കോളും എനിക്ക് വന്നില്ല. ഏട്ടാ പിന്നെ ചെല്ലുമ്പോൾ ഒന്ന് കിച്ചു ഏട്ടനോട് എന്നെ ഒന്ന് വിളിക്കാൻ പറയണേ ഫ്രീ ആണെങ്കിൽ. ഓടി ഞാൻ പറഞ്ഞേക്കാം. അവളുടെ മുഖം എന്നാടി വല്ലാതിരിക്കുന്നത്? എന്നെ പറ്റിയെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. അല്ലെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോൾ വാ അടയ്ക്കാതിരിക്കുന്ന പെണ്ണിന്ന് വാ തുറന്നോട്ടുകൂടിയില്ല. ഞാൻ ഇന്ന് മൊത്തം വർത്താനം പറഞ്ഞുകൊണ്ട് വന്നേ. അവൾക്ക് കിച്ചുവിനെ മിസ് ചെയ്ത് തുടങ്ങിയോ? ഏയ് അതൊന്നും ആയിരിക്കില്ല. ഇനി വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് അറിയാൻ പാടില്ലല്ലോ. അതെല്ലാ കാര്യം ഉറപ്പിച്ച് പറയാനും പറ്റില്ലല്ലോ. ഇപ്പം അവനൊന്ന് മാറി നിന്നപ്പോൾ ആയിരിക്കും ചിലപ്പോൾ അവനോടുള്ള ഇഷ്ടം അവൾക്ക് മനസ്സിലായത്. അതായിരിക്കും ഇങ്ങനെ നടക്കുന്നത്. അത് ശരിയാ, പക്ഷെ അതൊന്നും ഉറപ്പിക്കാൻ പറ്റില്ലല്ലോ. എന്തിടി നിനക്ക്? എന്നാൽ പിന്നെ നീ ഉറപ്പിക്കണേ, ഞാൻ ഉറപ്പിച്ചോളാം. ഓ ആയിക്കോട്ടെ. എൻ്റെ പൊന്നാവുന്ന എൻ്റെ അമ്മയ്ക്ക് പ്രാന്താന്ന് തോന്നുന്നു. അതൊക്കെയറിയാം, പ്രാന്ത് അച്ഛനാണോ അമ്മയ്ക്കാണോ എന്ന്. നീ ഇപ്പോൾ പോയിട്ട് ചേട്ടന് ഇച്ചിരി വെള്ളം എടുത്തോണ്ട് വാ. ഓ പിന്നെ ഒരു ചേട്ടൻ വന്നേക്കണം, വേണമെങ്കിൽ ഇപ്പോൾ എടുത്ത് വെച്ച് കുടിച്ചേച്ചാൽ മതി. അച്ചോ അപ്പത്തേനും പിണങ്ങി ഒരു പെണ്ണ്. നിങ്ങളുടെ കൊച്ചിനെ കൊഞ്ചിച്ചേച്ചാൽ മതി, എന്നെ കൊഞ്ചിക്കണ്ട. അയ്യോ അങ്ങനെ പറയാൻ പാടില്ല. അയ്യോ അങ്ങനെ പറയും. എന്തു ആടി? ഞാനെന്ന് പ്രഗ്നൻ്റ് ആയി അന്ന് തൊട്ട് ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കണതാ. അന്ന് തൊട്ട് എന്നെ മൈൻഡ് പോലും ചെയ്യണ്ടായില്ല. അതറിയോ, ഞാനെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. ഏടി പെണ്ണേ, ഇനി ആരൊക്കെ വന്നാലും എനിക്ക് നീ കഴിഞ്ഞിട്ടുള്ളൂ അവരെല്ലാം, കേട്ടല്ലോ. ഈ വയറ്റിൽ കിടക്കുന്ന ആളൊന്ന് പുറത്തോട്ട് വന്നാൽ മതി, പറഞ്ഞെല്ലാം അങ്ങ് മാറ്റി പറയും. ഓ ഈ പെണ്ണിത് എനിക്കറിയാത്തത്. ഇപ്പം മാറിയോടി നിന്റെ സംശയം? കൊച്ചേട്ടൻ പോയോ? ഇത് എവിടെയായിരുന്നു? കാണാത്തോണ്ട് ഞാൻ പൊക്കത്തോട്ട് കയറി വരാനിരിക്കുമായിരുന്നു. ഞാനിത് പൊക്കത്ത് പോയി ഓരോന്ന് ആലോചിച്ച് കിടക്കുമായിരുന്നു, ഉറങ്ങിപ്പോയി, ഇപ്പോഴെണീച്ചേ. ശരി, ചെന്ന് അനുവിനെ ഫുഡ് കഴിക്കാൻ വിളിച്ചോണ്ട് പോവാ, ഞാനിതൊക്കെ എടുത്ത് വെക്കട്ടെ. അല്ല കൊച്ചിരുന്നോ, ഞാൻ ഫുഡ് വിളമ്പി തരാം. ഞാൻ എന്നിട്ട് അവൾ വിളിച്ചോളാം. ഞാൻ എടുത്ത് വെച്ചോളാം, അവിടെ പോയിരുന്നു. വേണ്ട വെച്ചാൽ ഞാൻ എടുത്ത് വെച്ചോളാം, കൊച്ചു പോയി അവൾ വിളിച്ചിട്ട് വന്നാൽ മതി. വേണ്ടാന്ന് ചെന്നിരിക്കാൻ. അല്ല ഗുളിക കഴിച്ചായിരുന്നോ? ഇല്ല, എനിക്കതിന് ഗുളിക എവിടെ ഇരിക്കുന്നതെന്ന് അറിയാൻ മേല. അതാണ് പറഞ്ഞത്, ഞാൻ ഗുളികയും ഫുഡൊക്കെ എടുത്തോണ്ട് വരാം, മുറി പോയിരുന്നു, എന്നിട്ട് ഞാൻ അവളെ വിളിച്ചോളാം. ഇന്നതെ ഗുളികയുണ്ട്, ഫുഡും ഉണ്ട്. ഗുളിക എടുത്ത് വെച്ചിട്ട് ഫുഡ് കഴിക്കട്ടോ. ഞാൻ അവൾക്ക് ഫുഡ് എടുത്ത് കൊടുക്കട്ടെ, എന്നിട്ട് വരാം. ചെന്ന് ഫുഡ് എടുത്ത് കൊടുത്ത് വെച്ചും വാ, എന്നിട്ട് നമുക്ക് ഒന്നിച്ച് ഫുഡ് കഴിക്കാം. ഓ ആയിക്കോട്ടെ. അവന് വാടാ ഫുഡ് കഴിക്കാം. അതെ വരണം. കൊച്ചി നമുക്ക് കോളേജിൽ പോയാലോ? ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് പോവാം. ഏട്ടൻ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഏട്ടൻ വിളിച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങാം. ആണോ? ഇവിടെ പിന്നെ ആൾ അങ്ങോട്ട് വിളിച്ചാൽ ഫോൺ എടുക്കൂല, അന്നോട്ട് ഇങ്ങോട്ട് വിളിക്കേയില്ല. ഇനി ഇങ്ങോട്ട് വരട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കണ്ടു കാലൻ. പോവാം. അപ്പം പോവാം. അല്ല ഏട്ടൻ വിളിച്ചോ? വിളിക്കാന്ന് പറഞ്ഞിട്ട് കുറേ നേരമായി. അതുകൊണ്ട് കോളേജിൽ പോകാൻ ടൈമായ കാരണം ഞാൻ കോള് കട്ട് ചെയ്തു. കോളേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞു. എന്നാ പോവാം. എന്തേ വന്നില്ലേ? അല്ല കൊച്ചേ, അത് തന്നെ അവൻ്റെ കാര്യം എന്തെങ്കിലും പറഞ്ഞോ? അവൻ്റെ കിച്ചുവേട്ടൻ്റെ കാര്യം എന്തെങ്കിലും? അച്ഛോ, അവൻ ക്യാൻറ്റീനിൽ എന്തോ മേടിക്കാൻ പോയേക്കാം. ആണോ? എന്നാ വാ പോവാം. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. എന്ത് വാ നമുക്ക് പോവാം. ഫുഡ് കഴിച്ചു കഴിഞ്ഞോ? എന്നപ്പോൾ കിടന്നോ? ഞാനിപ്പോൾ അറിയാം, സ്ലാബ് ഒന്ന് അടച്ചിടട്ടെ. ഞാനെന്തേലും ചെയ്യണോ? അതിനോട് ചെയ്യാനൊന്നുമില്ല, ഈ സ്ലാബും കൂടി ഒന്ന് അടച്ചിട്ടാൽ മതി. പാത്രം അതൊക്കെ ഞാൻ കഴുകി വെച്ചു, പോയി കിടന്നോ. അയ്യോ എടാ, പാത്രം സിങ്കിലിടാതെ അതൊന്ന് കഴുകി വെക്കുമോ? ഞാൻ പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് ഒന്ന് ഇറങ്ങിയുള്ളൂ. എന്നെ ഇവിടെ ഏട്ടൻ കൊണ്ടു നിർത്തിയാണ്, ഇവിടുത്തെ പാത്രം കഴുകാനൊന്നും അല്ല, ഞാനിവിടുത്തെ വേലക്കാരിയല്ല. അയ്യോ ഞാൻ അങ്ങനെയല്ല പറഞ്ഞേ, നീ കഴിച്ച പ്ലേറ്റല്ലേ, അത് ഒരെണ്ണല്ലേ ഉള്ളൂ, അതങ്ങ് കഴുകി വെക്കേ. എന്ത് നല്ല സ്വഭാവം. നിങ്ങളുടെ വീട്ടിൽ വരുന്നവരോടൊക്കെ നിങ്ങൾ ഇങ്ങനെയാണോ വർത്താനം പറയണേ? ഇപ്പം ഞാൻ കഴിച്ച പ്ലേറ്റ് കഴുകി വെച്ചെന്ന് വെച്ചാൽ നിൻ്റെ കൈക്കൊന്നും പറ്റുമെന്നില്ലല്ലോ. ചുമ്മാ ഒരു ആവശ്യമില്ലാണ്ട് പ്രശ്നം ഉണ്ടാക്കാൻ നോക്കരുത്. അത് നീ കഴിച്ച പ്ലേറ്റാണ്, അതൊരെണ്ണം കഴുകി വെക്കാനാണ് ഞാൻ പറഞ്ഞോളൂ. ഞാനിപ്പോൾ അടുക്കളയിലെല്ലാം പണിയും തീർത്തിട്ട് ഇറങ്ങിയത്, അതാണ് ആ പ്ലേറ്റ് ഒന്ന് കഴുകി വെക്കാൻ പറഞ്ഞത്. തനി സ്വഭാവം പുറത്തു വന്ന് തുടങ്ങിയല്ലോ. ദേ ചുമ്മാ ആവശ്യമില്ലാതെ ഓരോന്ന് വിളിച്ച് പറയരുത്. മനുഷ്യന് തലവേദന എടുത്തിട്ടൊന്ന് കിടക്കാൻ വേണ്ടിയിട്ടാണ് പണിയൊന്ന് വേഗം ഒതുക്കിയത്. അതുകൊണ്ട് മാത്രമാണ് ആ പാത്രം ഒന്ന് കഴുകി വയ്ക്കുമെന്ന് ചോദിച്ചത്, അല്ലാതെ തന്നെ വേലക്കാരിയായിട്ട് കണ്ടിട്ടൊന്നുമല്ല. ഇത്രയും നേരം ഞാൻ മര്യാദയ്ക്കല്ലേ ചോദിച്ചുകൊണ്ടിരുന്ന ആ പാത്രം ഒന്ന് കഴുകി വയ്ക്കുമെന്ന്. നിനക്ക് പറ്റില്ലെങ്കിൽ ഇട്ടിട്ട് പോ. അതിന് ഞാനിവിടുത്തെ പണിയൊന്നും ചെയ്യാൻ പോകുന്നില്ല.
ആ പിന്നെ നീ ഇപ്പം ഇവിടെ കിടന്ന് പ്രസംഗിച്ചതിനുള്ള സമ്മാനം ഞാൻ തന്നോളാം. കൊച്ചേ ഒന്നുമില്ല, പോയി കിടന്നോ. ആഹാ എന്തിയേ ചേച്ചിയും ഇവളുടെ കൂടി എന്നെ ചീത്ത പറയാമെന്നാണോ? ഹലോ, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ എൻ്റെ അടുത്ത് പറ, അല്ലാതെ ചുമ്മാ ഇനി അവളുടെ അടുത്തും പോയി വഴക്കുണ്ടാക്കാൻ നിൽക്കണ്ട. ഓ അതിന് നിന്നോടൊക്കെ ആര് സംസാരിക്കാൻ പറഞ്ഞു? എങ്കിൽ പിന്നെ വാടച്ച മുറിയുടെ തന്നെ പോയി കിടക്ക്. ഓ കുളിച്ച് കഴിഞ്ഞപ്പോൾ പകുതി സമാധാനമായി. അയ്യോ മാലയുടെ ഞാൻ ഇവിടെയല്ലോ ഊരി വെച്ചേ. പക്ഷെ ഇവിടെ ഒന്നും കാണാനില്ലല്ലോ. ഞാൻ ബോധമില്ലാണ്ട് ബാത്റൂമിലെല്ലാം കൊണ്ടുവച്ചോ? ഓ കോപ്പ് ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. എൻ്റെ ദൈവം, ഞാനിത് എവിടെ കൊണ്ട് വെച്ചത്? കൊച്ചേ ഓ എന്നാ? എൻ്റെ താലി കാണാനില്ലേ? അതെവിടെ കൊണ്ട് കളഞ്ഞേ? ഞാൻ കുളിക്കാൻ നേരത്തെ സൈഡിലുള്ള ടേബിൾ ഊരി വെച്ചിട്ട് പോയതാ, കാണുന്നില്ല അതിപ്പോ. കൊച്ചു ടെൻഷൻ അടിക്കൊന്നും വേണ്ട, അത് അവിടെ എവിടെയെങ്കിലൊക്കെ കാണും, നമുക്ക് നോക്കാം. ഹായ്, ഗുഡ് മോർണിംഗ്. എന്തിയടി ഇങ്ങനെ നോക്കുന്നേ? ഏട്ടനെ ഞാൻ പറയാണ്ട് വന്നേ. പറഞ്ഞിട്ട് വന്ന സർപ്രൈസ് ആവില്ലല്ലോ പൊട്ടി. പിന്നെ 2 ദിവസം എന്നെ മിസ് ചെയ്തോ ഡിയർ വൈഫ്? അയ്യേ ഇത് പാറ് നിൽക്കുന്നു. യു കണ്ടിന്യൂ. പിന്നെ അകത്ത് കയറി എന്നിട്ട് റൊമാൻസിക്കോ. ഏട്ടത്തി. ഏട്ടാ. എന്നാടി മോൻ വല്ലാണ്ടിരിക്കണ്ടല്ലോ? തീറ്റയും കൂടിയൊന്നും ഇല്ലായിരുന്നോ? ക്ഷീണിച്ചിരിപ്പുണ്ടല്ലോ. പിന്നെ ഞാൻ നേരത്തെ ഇങ്ങനെ തന്നെ ഇരുന്ന് വെച്ചാൽ കുറച്ചിലേട്ടാത്തൊന്ന് 2 വർഷമോ 2 മാസമോ കഴിഞ്ഞിട്ടാ കാണുന്നതിന്. 2 ദിവസമല്ലേ? ഞാൻ പറയാൻ വന്ന കാര്യം പറയട്ട്. പറ. അത് പിന്നെ മാല കാണുന്നില്ലേ? ഞാൻ കുളിക്കാൻ നേരത്തെ അവിടെ സൈഡിലുള്ള ടേബിളില്ലേ, അവിടെ ഊരി വെച്ചിട്ട് പോയതാ. കുളിച്ച് കഴിഞ്ഞ് വന്നപ്പോൾ കാണാനില്ല. എങ്കിൽ പിന്നെ അത് അവിടെ എവിടെയെങ്കിലും കാണും, നമുക്ക് നോക്കാം. നീ ചെല്ല, എനിക്കൊരു കോൾ വരുന്നുണ്ട്, ഇപ്പോൾ വരാം. ഹലോ. ഓ ഏട്ടാ എനിക്കൊന്ന് സംസാരിക്കണമെന്ന് വരുമോ? പിന്നെ എന്നാ വരാലോ. എന്നാടി പറ. ഏട്ടൻ എന്തിനാ എന്നെ ഇവിടെ കൊണ്ട് നിർത്തിയത്? ഇപ്പം അങ്ങനെ ചോദിക്കാൻ കാരണം എന്താ? ഞാനിവിടെ നിൽക്കില്ല ഏട്ടാ, ഞാൻ ഏട്ടൻ്റെ കൂടെ വരിക. ഒന്നല്ലേ ഞാൻ ഹോസ്പിറ്റലിൽ നിന്നോളാം, അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടാക്കിക്കോ. എന്താ പ്രശ്നം? നീ എന്തിനാ കരയുന്നേ? എനിക്കിനി ഇവിടെ ഒട്ടും പറ്റില്ല ഏട്ടാ. ഞാൻ തൊടണേനും പിടിക്കണേനും എല്ലാം പ്രശ്നമാണ്. ഇന്നലെ തന്നെ ഒരു പാത്രം കഴുകി വെച്ചില്ല എന്നും പറഞ്ഞ് ഇവിടെ എന്തൊക്കെ പ്രശ്നം ഉണ്ടായെന്നറിയോ ഏട്ടന്? ഞാനെല്ലാം സഹിച്ചവിടെ നിൽക്കുന്നേ. ഏട്ടൻ വരാൻ വേണ്ടി 2 ദിവസം ഞാൻ നോക്കിയിരിക്കുമായിരുന്നു. നീ കരയാണ്ട് കാര്യം എന്താന്ന് പറയാനോ? ഏട്ടാ അവക്ക് ഞാനിവിടെ വന്ന് നിൽക്കണ ഇഷ്ടമല്ല, അതാണ് പ്രശ്നം. ആരാ, കുഞ്ഞാണോ? നീ വെറുതെ കരയാണ്ടിരിക്കുക, ഞാൻ ചോദിച്ചോളാം അവളുടെ അടുത്ത്. പേടിച്ചു പോയല്ലോ. എന്നാ ഏട്ടാ?